1978 ഒക്ടോബർ 21 ഓസ്ട്രേലിയയിലെ മെൽബൺ എയർപോർട്ടിൽ നിന്ന് ഒരു ചെറിയ വിമാനം ആകാശത്തേക്ക് ഉയർന്നു. ഫ്രെഡറിക് വാലന്റിച്ച് എന്ന 20കാരനായ പൈലറ്റ് മാത്രമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. തികച്ചും ശാന്തമായ കാലാവസ്ഥ, തെളിഞ്ഞ ആകാശം, എല്ലാം സാധാരണ പോലെ. പക്ഷേ യാത്ര തിരിച്ച് കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആകാശത്ത് വെച്ച് അയാളുടെ വിമാനത്തിന് തൊട്ടടുത്തേക്ക് എന്തോ ഒന്ന് വന്നു. തുടർന്ന് എയർ ട്രാഫിക് കൺട്രോളുമായി വാലന്റിച്ച് നടത്തിയ റേഡിയോ സംഭാഷണത്തിലെ അവസാനത്തെ ചില വാക്കുകൾ, അത് കേട്ട ഉദ്യോഗസ്ഥരുടെ ചോര പോലും തണുത്തുപോയി. ആകാശമധ്യത്തിൽ വെച്ച് വാലന്റിച്ചിനും ആ വിമാനത്തിനും എന്താണ് സംഭവിച്ചത്? വൈകുന്നേരം 7:06 വാലന്റിച്ച് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു അടിയന്തര സന്ദേശം അയക്കുന്നു. എന്റെ വിമാനത്തിന് മുകളിലായി 5000 അടി ഉയരത്തിൽ വേറൊരു വിമാനം പറക്കുന്നുണ്ടോ? എയർ ട്രാഫിക് കൺട്രോളർ സ്റ്റീവ് ലൈൻസ് റഡാർ പരിശോധിച്ച് മറുപടി നൽകി. ഇല്ല വാലന്റിച്ച്, ആ ഏരിയയിൽ മറ്റു വിമാനങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ വാലന്റിച്ച് വിടാൻ തയ്യാറായിരുന്നില്ല. അയാളുടെ ശബ്ദത്തിൽ ഭയം നിഴലിക്കാൻ തുടങ്ങി. പക്ഷേ എന്റെ മുകളിൽ വലിയൊരു വിമാനമുണ്ടല്ലോ, അതിന് 4 തിളങ്ങുന്ന ലൈറ്റുകളുമുണ്ട്. അത് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് എനിക്ക് മുകളിലൂടെ കടന്നു പോവുകയാണ്. അതിന് വളരെ നീളമുള്ള തിളങ്ങുന്ന ലോഹ പ്രതലങ്ങളുണ്ട്. അതിൽ പച്ച വെളിച്ചവും മിന്നുന്നുണ്ട്. മുകളിലുള്ളത് ഏതെങ്കിലും സൈനിക വിമാനമാണോ എന്ന് തിരിച്ചറിയാൻ എയർപോർട്ടിൽ നിന്ന് നിർദ്ദേശം പോയി. എന്നാൽ അടുത്ത നിമിഷം കേട്ടതും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരമായിരുന്നു. ആ അജ്ഞാത വസ്തു വാലന്റിച്ചിന്റെ വിമാനത്തിന്റെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. അത് വാലന്റിച്ചിന്റെ വിമാനത്തിന് തൊട്ടു മുകളിലായി വായുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുന്നു. തുടർന്ന് വാലന്റിച്ചിന്റെ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലാകുന്നു. വിമാനത്തിന്റെ ഡാഷ്ബോർഡിലെ ലൈറ്റുകൾ മിന്നിമങ്ങാൻ തുടങ്ങി. കൺട്രോൾ റൂമിൽ നിന്ന് ഉദ്യോഗസ്ഥൻ ആകാംക്ഷയോടെ ചോദിച്ചു, വാലന്റിച്ച്, നിങ്ങളെ പിന്തുടരുന്ന ആ വസ്തു ഇപ്പോഴും അവിടെയുണ്ടോ? ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വാലന്റിച്ച് ആ അവസാന വാക്ക് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ആൻ എയർക്രാഫ്റ്റ്. അതെ, അതൊരു വിമാനം അല്ല എന്ന്. ആ വാക്കുകൾക്ക് ശേഷം കേട്ടത് മനുഷ്യ ശബ്ദമായിരുന്നില്ല. 17 സെക്കൻഡ് നീണ്ടുനിന്ന വിചിത്രമായ ഒരു മെറ്റാലിക് ഉരസലിന്റെ ശബ്ദം. ഇരുമ്പ് കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടിയുരസുന്നത് പോലെയുള്ള ഭയാനകമായ ശബ്ദം. അതിനുശേഷം പൂർണ്ണമായ നിശബ്ദത. റേഡിയോ കണക്ഷൻ എന്നേക്കുമായി വിച്ഛേദിക്കപ്പെട്ടു. ഓസ്ട്രേലിയൻ നേവിയും എയർഫോഴ്സും കടലിലും കരയിലുമായി ദിവസങ്ങളോളം വൻ തിരച്ചിൽ നടത്തി. പക്ഷേ വിമാനത്തിന്റെ ഒരു ചെറിയ കഷ്ണം പോലും, ഒരു എണ്ണപ്പാട പോലും അവിടെയും കണ്ടെത്താനായില്ല. അന്ന് രാത്രി ആ പ്രദേശത്തുണ്ടായിരുന്ന അനേകം ആളുകൾ ആകാശത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വിചിത്രമായ പച്ച വെളിച്ചം കണ്ടതായി പിന്നീട് സാക്ഷ്യപ്പെടുത്തി. 45 വർഷങ്ങൾക്കിപ്പുറവും ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഫയലുകളിൽ ഈ കേസ് ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി കിടക്കുന്നു. വാലന്റിച്ചിന്റെ വിമാനം കടലിൽ പതിച്ചതാണോ? അതോ നമ്മൾ വിശ്വസിക്കാൻ മടിക്കുന്ന അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ UFO അയാളെ തട്ടിക്കൊണ്ടുപോയതാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തൂ. ഇതുപോലെയുള്ള നിഗൂഢമായ കഥകൾക്കായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.